ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും എളുപ്പം എന്ന് തോന്നിയ ഒരു മാർഗമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സിന്റെ ആകെ തുക തന്നിട്ടുണ്ടല്ലോ, 58 അത്. ഇനി നമുക്ക് ഇത് വെച്ചുകൊണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ വയസ്സിന്റെ ആകെ തുക എത്ര എന്ന് കണ്ടുപിടിക്കാമല്ലോ. അതെത്ര ആയിരിക്കും? ഇപ്പോൾ 58 ആകെ തുക. 5 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛന് 5 വയസ്സ് കുറവായിരിക്കില്ലേ? അതേപോലെ മകൻ 5 വയസ്സ് കുറവായിരിക്കില്ലേ? അതായത് 58-ൽ നിന്നും 10 വയസ്സ് കുറഞ്ഞാൽ അതായിരിക്കും 5 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെയും മകൻ്റെയും കൂടെ വയസ്സിന്റെ ആകെ തുക 48 ആയിരിക്കും. ഇനി നമുക്ക് തന്ന അനുപാതത്തിലേക്ക് പോകാം. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ വയസ്സിന്റെ അനുപാതം 5:1 ആണെന്നാണ് തന്നത്. ആ 2 വയസ്സുകൾ കൂടെ കൂട്ടിയാൽ 48 കിട്ടും. അതായത് ഈ 48-ലെ ടോട്ടൽ 5ഉം 1ഉം 6 ഭാഗങ്ങളാണല്ലോ ഉള്ളത്. 6ൽ 5 എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വയസ്സായിരിക്കും. 5 വർഷങ്ങൾക്ക് മുമ്പുള്ള അച്ഛൻ്റെ വയസ്സായിരിക്കും. അതേപോലെ 48-ന്റെ 6ൽ 1 ഭാഗം എന്ന് പറയുന്നത് ആ സമയത്തുള്ള മകൻ്റെ വയസ്സായിരിക്കും. ശരിയല്ലേ? 5 വർഷങ്ങൾക്ക് മുമ്പ് 48 വയസ്സായിരുന്നു അവരുടെ വയസ്സിന്റെ ആകെത്തുക. 5:1 ആയിരുന്നു അനുപാതം. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് ഈ 48-ൽ 6ൽ 5 ഭാഗം അച്ഛൻ്റെ വയസ്സും 48-ൽ 6ൽ 1 ഭാഗം മകൻ്റെ വയസ്സായിരിക്കുമല്ലോ. അപ്പോൾ മകൻ്റെ വയസ്സ് എത്രയാണ്? 48 × 1/6 അല്ലെങ്കിൽ 48/6 എന്ന് പറഞ്ഞാൽ 8 വയസ്സ്. 5 വർഷങ്ങൾക്ക് മുമ്പ് മകൻ്റെ വയസ്സ് 8 ആയിരുന്നു. അങ്ങനെയാണ് 5 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് ഇപ്പോൾ മകൻ്റെ വയസ്സ് എത്രയായിരിക്കും? 8നോട് 5 കൂട്ടുക, 8 + 5 13 വയസ്സായിരിക്കും മകൻ ഇപ്പോൾ ഉണ്ടാവുക. നമ്മുടെ ഉത്തരത്തിലെത്തിയില്ലേ? ഉത്തരം ഓപ്ഷൻ ബി 13.